അപ്പൊ ഇത് ന്യൂ ഇയറിന്റെ തലേദിവസമല്ലേ, ഇന്ന് 30-ാം തീയതി ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡിന്നറാണ്. ഇടിയപ്പവും ചിലരിതിന് എനിക്കൊന്ന് നൂലപ്പം എന്നാ പറയുന്നത്. നൂൽപുട്ട്, നൂലപ്പം, ഇടിയപ്പം. നമ്മൾ ഇടിയപ്പം എന്നാ പറയുന്നത്. അപ്പൊ ഇടിയപ്പവും പിന്നെ അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് ഇന്ന് കൊടുത്തേക്കുന്നത് നല്ല നെയ്മീൻ കറിയാണ് കൊടുത്തേക്കുന്നതല്ല. ഇവിടെ ഉള്ളത് ഇപ്പൊ ഇതേ ഉള്ളൂ. അപ്പം നെയ്മീൻ കറിയാണ്, നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. നമുക്ക് നല്ല അടിപൊളി നെയ്മീൻ കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ കറി വെച്ച്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല, വേണ്ടേ ലുലുവിന്ന് ഫ്രോസൺ മേടിച്ചതാണ്. ശരവണ അതിന്റെ ഇടിയപ്പമാണ്. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ആവി കയറ്റിയാൽ മാത്രം മതി. ഇത് ഫ്രോസൺ ആയതുകൊണ്ട് ഇതിനകത്ത് നമ്മുടെ തേങ്ങയൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അതെ, നല്ല സൂപ്പർ ഇടിയപ്പ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പെട്ടെന്ന് കാര്യം നടക്കും. അതിന് ഒത്തിരി വിലയൊന്നും ആകത്തില്ല. 3-4 ദിറംസിന് ഏതാണ്ട് 12 ഇടിയപ്പം അതിൻ്റെ അകത്ത് കിട്ടും. പിന്നെ ഒത്തിരി നേരം വെച്ചോണ്ടിരിക്കരുത്, അങ്ങനെ ആവി കയറ്റിക്കൊണ്ടിരുന്നാൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കുവേ. അപ്പം നല്ല സോഫ്റ്റാണ്. നമ്മളിവിടെയാണ് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഒട്ടും ശരിയാകുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ മേടിച്ചത് കേട്ടോ. ബാവൂട്ടാ ദേ നല്ല ഇതുണ്ടോ, നല്ല മീൻകറി എന്ന് പറഞ്ഞോണ്ടല്ലോ. ഇതിപ്പോൾ 2 ദിവസം ആയതാണേ, 2 ദിവസമായി, ഇന്നലെ വെച്ചതാ. അപ്പം ടേസ്റ്റാണെന്നറിയോ, നല്ല രുചിയായിരുന്നു കൂട്ടാനായിട്ടേ. തരട്ടെ മോൻ്റെ പാത്രം വെച്ചോണ്ടോ. ഓക്കെ, ഞാൻ എന്താ കഴിച്ച് കാണിക്കും. ഇത് കഴിച്ച് കാണിക്കാനൊന്നുമില്ല. ഇത് ഇതുണ്ടോ, നല്ല നെയ്മീനാണ്. നല്ല നെയ്മീനും നല്ല ഇടിയപ്പവും കൂടെ ഇങ്ങനെ കഴിക്കണം. എല്ലാ ഇടയിലും കഴിക്കാം കേട്ടോ. ഇപ്പം നെയ്മീനാണ് ഇവിടെ കറിയുള്ളത്. നല്ല ഇഷ്ടമുണ്ട്, നല്ല രുചിയാണ്. അല്ല അതല്ല, എന്നാ വേണേലും ചേരും. പിന്നെ ഇപ്പൊ ഇതാ ഇപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഇതും കഴിക്കുക. ഓക്കെ, ഇന്ന് എല്ലാരും കഴിക്കിരുന്ന്. അത് നമ്മള് ന്യൂ ഇയറിന് മുറിക്കാൻ മേടിച്ച് വെച്ചേക്കുന്ന കേക്കാണ്. ന്യൂ ഇയർ വരെ ഇരിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം, എത്ര വർഷമാ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ന്യൂ ഇയർ ആഘോഷിക്കണം എന്ന് വിചാരിച്ചു. കാരണം എല്ലാ തവണയും സാമോന് ഡ്യൂട്ടിയാണ്, 1-ാം തീയതി ഇവർക്ക് ഡ്യൂട്ടിയാണ്. അപ്പോൾ ന്യൂ ഇയർ ആഘോഷം എന്ന് പറയുന്നൊരു പരിപാടി ഇതുവരെയും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഉണ്ടായിട്ടില്ല. സാമോൻ ഇവിടെ വന്നിട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഇത്തവണ ഡ്യൂട്ടിക്ക് വിളിച്ചില്ലെങ്കിൽ നമ്മൾ ആഘോഷിക്കണം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ആഘോഷം എന്ന് വെച്ചാൽ നമ്മുടേതായ നമ്മൾ 3 പേരും കൂടെ അല്ല തവണ എപ്പോഴും ഞങ്ങൾ 2 പേരും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കും. കൊച്ച് ഞാനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിരിക്കും. 12 മണി കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കും, കയറി കിടക്കും. ഇത്രയേ ഉള്ളൂ. ഇത്തവണ സാമോനൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.